കഴിഞ്ഞ ജൂലൈ, അതായത് കഴിഞ്ഞ മാസം 29-ാം തീയതി രാത്രി ഏതാണ്ട് 9:50 മണിക്ക്, രാത്രി 9:50 നമ്മുടെ എറണാകുളത്ത് ഉള്ള മരടിലെ ഈ ഫോറം മാൾ എന്ന് പറയുന്ന ഒരു മാളിൻ്റെ അടുത്ത് വെച്ച് ഒരു സ്കൂട്ടറിൽ വന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു സ്വിഫ്റ്റ് കാറിൽ വന്ന ആളുകൾ വന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു വിവരം ഒരു ഫുഡ്, അതായത് ആഹാരം വിതരണം ചെയ്യുന്ന ഒരു ഒരു ബോയ്, ഒരു യുവാവ്, അയാൾ റിപ്പോർട്ട് ചെയ്തു പോലീസിന്. അയാളുടെ മൊഴി പോലീസ് വന്നെടുത്തു. പോലീസ് വന്നെടുത്തതിന് ശേഷം അത് കാറിൻ്റെ നമ്പരും ഒക്കെ ഈ പയ്യൻ പറഞ്ഞു കൊടുത്തു. അതിന് അത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം തുടങ്ങി. ഇതാരെയാണ് തട്ടിക്കൊണ്ടുപോയത്, എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള അന്വേഷണം വന്നു. അപ്പോൾ ഈ കാറ് പാലക്കാട്ടുകാരൻ ഷഹനാസ് വി പി എന്ന ആളിൻ്റെ പേരിലുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ അയാളോടൊപ്പമുള്ള ഈ ഷഹനാസ് വി പി മാത്രമല്ല, പിന്നെ അയാളോടൊപ്പം ഒരു ഗ്യാങ് തന്നെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരവും വെളിയിൽ വന്നു. അങ്ങനെ പോലീസിൻ്റെ അന്വേഷണം, മരട് പോലീസ് നടത്തിയ അന്വേഷണം എന്ന് പറയുന്നത് പുതിയ പുതിയ മേഖലകളിലേക്ക്, തലങ്ങളിലേക്ക് പോയെന്നുള്ളതാണ്. ഇത് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ പോലീസിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല, ഇതൊരു മയക്കുമരുന്ന് ഇടപാടിനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടായില്ല, ഒരറിവുണ്ടായിട്ടില്ല. പക്ഷെ പിന്നുള്ള അന്വേഷണമാണ് കാര്യങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവന്നത്. ഇതിൻ്റെ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 കാപ്പ പ്രതികളുണ്ട്. കാപ്പയിൽ ഉള്ള കാപ്പ ചുമത്തപ്പെട്ട 2 പ്രതികൾ. ഒന്ന് ഒരു ഫ്രാൻസിസ് സേവിയർ, അയാൾ, അതുകൂടാതെ ഈ അനൂപ് എന്ന് പറയുന്ന കണ്ണൂർക്കാരൻ, അയാൾ പാലക്കാട്ടുകാരനാണ്. ഈ ഫ്രാൻസിസ് സേവിയർ, മറ്റേ ഈ കണ്ണൂർക്കാരനാണ്. ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് പുറത്തു വന്നു. ഇവരെ പിടിച്ച് അതിന് ശേഷമുള്ള അന്വേഷണങ്ങൾ പുതിയ തലങ്ങളിലേക്ക് വീണ്ടും പോയി. ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് വെണ്ണലയിൽ ജൂലൈ 30 ഒരു റെയ്ഡ് നടത്തി. പോലീസ് റെയ്ഡ് നടത്തിയിട്ട് അവിടെ 4.48 ഗ്രാം MDMA-യുമായിട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തു. അവരിതിൽപ്പെട്ടവരാണ്, ഈ ഗ്യാങ്ങിൽപ്പെട്ടവരാണ്. അപ്പോൾ അതിനകത്ത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇതിലെ ഒരുത്തനാണ് റിജോയ് ബിഗ്സൺ ഫ്രാൻസിസ് എന്ന് പറയുന്നത്. റിജോയ് ബിഗ്സൺ ഫ്രാൻസിസ്. ഈ റിജോയ് ബിഗ്സൺ ഫ്രാൻസിസിനെയാണ് ഈ പോകപ്പെട്ട ആള് എന്ന് പറയുന്നത്. അപ്പോൾ ഇവനെയാണ് ഈ തട്ടിക്കൊണ്ടുപോയതെന്നാണ് മനസ്സിലാവുന്നത്. അവസാന അന്വേഷണത്തിൽ മനസ്സിലായെന്തെന്നറിയോ? ഇവനെ, ഈ റിജോയ് ബിഗ്സൺ ഫ്രാൻസിസ്, ഇവന് യഥാർത്ഥത്തിൽ ഈ ഷഹനാസ് എന്ന് പറയുന്ന പാലക്കാട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി. അതിൻ്റെ പണം കൊടുത്തിട്ടില്ല. അങ്ങനെ അതുമായിട്ടുള്ള തർക്കം, അതുമായിട്ട് ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഇവനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. അങ്ങനെ ഈ തർക്കം ഇവരുണ്ടായി. ഇതിനെ തുടർന്ന് ജൂലൈ 31-ാം തീയതി, അടുത്ത സമയം, അതായത് 2 ദിവസം മുമ്പ്, 31-ാം തീയതി മരട് പോലീസ് മണ്ണാഞ്ചേരി പോലീസുമായിട്ട് ചേർന്ന് അവരുടെ സംയുക്തമായിട്ട് നടത്തിയ ഒരു റെയ്ഡ് ഉണ്ടായി. കലവൂര് അന്വേഷണം അവിടെ നടത്തിയതനുസരിച്ച് 2 പേരെ 2 ഗ്രാം MDMA ആയിട്ട് പിടിച്ചു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഷഹനാസിനെയും കൂടൊരുത്തനെയും 11.70 ഗ്രാം 11.7 ഗ്രാംസ് MDMA ആയിട്ട് പിടിച്ചു. ഇതുകൂടാതെ 2 പേരെ കൂടെ വേറെ മയക്കുമരുന്നുമായിട്ട് ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടവരെ 2 സ്ഥലങ്ങളിൽ നിന്ന്, അത് എറണാകുളത്തു നിന്നാണ്, കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അപ്പം നമ്മളിതിൻ്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരുത്തന്നെ തട്ടിക്കൊണ്ടുപോകുന്നു, അതുമൂലമാണ് ഈ അന്വേഷണമൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഓപ്പറേഷൻ തൂഫാൻ നല്ല രീതിയിൽ അത് പുരോഗമിക്കുന്നു എന്നുള്ളതൊരു നല്ല കാര്യമാണ്. നമുക്കൊക്കെ മനസ്സിന് വളരെ ഒരു സ്വസ്ഥത നൽകുന്ന ഒരു കാര്യമാണ്. ആ ഓപ്പറേഷൻ തൂഫാൻ ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ്
ഈ ഒരുത്തനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു വിവരവും കിട്ടി. പോലീസ് അതെന്തായാലും അതിനകത്ത് ജാഗരൂകരായിട്ട് ഇത് അന്വേഷിക്കാൻ പോയി. ആ കാറിൻ്റെ നമ്പർ സ്വിഫ്റ്റ് കാറ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്, അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഈ ഷഹനാസ് എന്ന് പറയുന്ന ആ പാലക്കാടുകാരനാണെന്ന് പിടികിട്ടി. അതുമൂലം അത് വെച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ ആണ് ആദ്യം, അതായത് ഒരു വെണ്ണലയിൽ ഒരു 4 പേരെ അറസ്റ്റ് ചെയ്യുന്നത്, വെണ്ണലയിൽ നിന്ന് 30-ാം തീയതി. ആ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിലാണ് ഈ തട്ടിക്കൊണ്ട് പോകപ്പെട്ടു എന്ന് പറയുന്നവനെയും കൂടെ കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതാണ് ഇവൻ്റെയൊക്കെ ജോലി. ഈ മയക്കുമരുന്ന് ഇടപാടാണ്. ഇത് മൂടോടെ പിഴുതെറിയണം. ഇത്രയൊക്കെ പോലീസ് നോക്കിയിട്ടും ഇതുപോലെ അന്വേഷണം വന്നിട്ടും ഇതേപോലെ ഈ ആളുകളെയൊക്കെ പിടികൂടി ഇതുപോലെ മയക്കുമരുന്നൊക്കെ പിടികൂടി എടുത്തിട്ടും ഈ MDMAയുടെ സാന്നിധ്യം നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ഉണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്തുമാത്രം ഗുരുതരമായ ഒരു സാഹചര്യമാണെന്ന്. അപ്പോൾ ഇതിന് മുമ്പ് എന്തുമാത്രം ഇത് പോയിട്ടുണ്ടെന്ന് നോക്കിക്കോളൂ. എത്രമാത്രം യുവത്വം ഇതിൽ നശിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിക്കോളൂ. എത്ര ഭ്രാന്തന്മാർ നമ്മുടെ രാജ്യത്തുണ്ടായെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം ഇത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ്. അത് വരുന്ന ഉടനെ അതിന് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനസിക രോഗത്തിൽ തന്നെ കലാശിക്കും എന്ന് പറഞ്ഞാൽ അവനൊന്നും ബോധമില്ല. ഈ ബോധമില്ലാത്ത ഒരുത്തൻ്റെ ഒരു കാര്യം ഇന്ന് വായിക്കാനിടയായത് എന്താണെന്നറിയാം. അവനെ അവൻ്റെ വീട്ടിലോട്ട് കയറി വന്നു. വന്നപ്പോൾ അവൻ കാണുന്നത് എന്തോന്നറിയാം. അവൻ നോക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ കാണുന്നത് ഒരു രക്തദാഹിയായ ഒരു വനിത, അതായത് വനിതയല്ല, ഒരു ഭീകര രാക്ഷസി ഒരു വാളും കൊണ്ട് നിൽക്കുന്നതെന്ന് അവനെ കൊല്ലാൻ. അവൻ നേരെ പോയി അങ്ങ് വെട്ടിക്കൊന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തെന്നറിയോ ഉണ്ടായ സംഭവം? അടുത്തത് ഒരു രാക്ഷസൻ ഇവനെ കൊല്ലാനായിട്ട് ആയുധമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആരാന്നറിയോ? അവൻ്റെ അച്ഛൻ തൂമ്പായുമായിട്ട് പണിയെടുത്തിട്ട് കയറി വരികയാണ്. പുരയിടത്തിൽ പണിയെടുത്തിട്ട് കയറി വന്നതാണ്. അയാളെ വെട്ടിക്കൊന്നു. അച്ഛനെ അമ്മയും വെട്ടിക്കൊന്നവൻ്റെ മാനസികസ്ഥിതിയാണ് ഞാൻ ഈ പറഞ്ഞേ. ഈ മനസ്സെങ്ങനെ ആയെന്നറിയാവോ? ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉപയോഗിച്ച് മനസ്സിങ്ങനെ ആയതാണ്. ഇത് ഒരു കഥാരൂപത്തിൽ ഞാൻ പറഞ്ഞ ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിക്കുള്ളൂ. എത്രയോ മാനസിക ഉണ്ടായിപ്പോകുന്നു. അവർ കാണുന്നതുമൊക്കെ ഹാലൂസിനേഷനാണ്. അവർ ഹാലൂസിനേറ്റ് ചെയ്യാണ്. അവർ കാണുന്നൊന്നുമല്ല. അവർ കാണുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോ നേരായി നടക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല അവർ കാണുന്നത്. അവൻ്റെ അമ്മ കരക്കത്തിയായിട്ട് നിൽക്കുന്ന അവൻ്റെ അമ്മയെ, അടുക്കളയിൽ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയെ രാക്ഷസിയായിട്ട് അവന് തോന്നും. മൺവെട്ടിയായിട്ട് പണി ചെയ്യാൻ പോയ, തൂമ്പായമായിട്ട് പണിയെടുക്കാൻ പോയിട്ട് പുരയിടത്തിൽ നിന്ന് കയറി വരുന്ന അവൻ്റെ അച്ഛനെ ആയുധമായിട്ട് ഇവനെ കൊല്ലാൻ നിൽക്കുന്ന രാക്ഷസനായിട്ട് അവന് തോന്നും. കുറ്റമല്ല തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ? അവൻ്റെ മനസ്സങ്ങനെ ആയിപ്പോയി. ഇതെത്ര യുവത്വങ്ങളാണ് നശിക്കുന്നതെന്നറിയാമോ? ഏതായാലും ഇവനെ കാണാതായ ഈ അന്വേഷണം ഉണ്ടല്ലോ, റിജോയ് ബിഗ്സൺ ഫ്രാൻസിസിനെ കാണാതായ അന്വേഷണം, കുറേ എണ്ണത്തിനെ ഇതുപോലെ പിടിക്കാൻ പറ്റി. യവനൊക്കെ ഉണ്ടല്ലോ അകത്ത് കിടന്നാലൊന്നും കാര്യമൊന്നുമില്ല. ഉടനെയൊന്നും അവനെയൊന്നും പുറത്ത് ഇറക്കരുത്, അവനെയൊന്നും വെളിവിടരുത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ NDPS ആക്ടിൻ്റെ അമെൻമെൻ്റ് അനുസരിച്ച് വർഷങ്ങൾ യവന്മാർക്ക് അകത്ത് സുഖവാസം നടത്താം. ഏതായാലും നമ്മൾ ഒരുപാട് കൊള്ളക്കാരെയും ഈ കൊലപാതകികളെയൊക്കെ ചെലവിന് കൊടുത്ത് ജയിലിൽ ഇട്ടിട്ടില്ലേ? ഇപ്പോൾ യവന്മാരെ, ഈ വൃത്തികെട്ടവന്മാരെയും കൂടെ പിടിച്ച് അതിനകത്ത് ഇടുന്നതാണ് നല്ലത്. കാരണം അത്രയും നാളൊരു സമാനം ഉണ്ടായാലും അവിടെ കിടക്കുമല്ലോ. ഈ ചങ്ങല മുറിക്കണം, ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കണം. MDMA എന്നൊക്കെ പറയുന്നത് കിട്ടുന്നത് സോഴ്സ് കണ്ടുപിടിക്കണം. അത് ഈ വാഹനങ്ങളൊക്കെ ശരിയായ രീതിയിൽ പരിശോധിക്കണം. ആ പരിശോധന നടത്തി എന്തെങ്കിലും മയക്കുമരുന്ന് അതുപോലുള്ള കടത്തൊക്കെ ഉണ്ടെങ്കിൽ അത് പിടികൂടണം. ഇതിൻ്റെ കണ്ണികൾ അറുക്കണം. അതാ ചെയ്യേണ്ടത്. ഇന്ന് പോലും നമ്മൾ കണ്ടില്ലേ, 70 കിലോ കഞ്ചാവുമായിട്ട് 2 അന്യസംസ്ഥാന തൊഴിലാളികൾ പിടിയിലായിട്ടുണ്ട്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. യുവമാരെ അവിടെ ജീവിക്കാൻ വരുന്ന ആളുകൾ വേറെയുണ്ട്. പക്ഷേ അതിൻ്റെയോടൊപ്പം ഇവിടെ ഉള്ളവരെ നശിപ്പിക്കാൻ വരുന്നവന്മാരെ നമ്മൾ നേരിടണ്ടേ? വേണം. നന്നായിട്ട് തന്നെ ഓപ്പറേഷൻ തൂഫാൻ നടക്കണം.